കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് തൃശൂർ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും ദുരിതത്തിനിടയാക്കി. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ദുരിതപ്പെയ്ത്തിനു ശേഷം മാനം തെളിഞ്ഞു. എന്നാൽ ആശങ്കയുടെ കാർമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമാണ്. ഇന്നലെ ഈ പ്രദേശം മുഴുവൻ ശക്തമായ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ഇവിടെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാനകൾ ഉയർത്തി നിർമ്മിക്കാത്തതാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടെ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത്രയധികം വെള്ളം കയറിയിരുന്നു. എങ്ങനെയാണ് ഇന്നലത്തെ ഒരു അവസ്ഥ? ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇവിടെ എങ്ങനെ സ്ഥിരമായിട്ട് വെള്ളക്കെട്ടുണ്ടോ? മഴ പെയ്ത സ്ഥിരമുണ്ട്. എന്താ ഇങ്ങനെ വെള്ളക്കെട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ചാല് ബ്ലോക്ക് തന്നെ, ചാല് ബ്ലോക്ക്. എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ ആ കാലൊക്കെ നിറഞ്ഞ് അപ്പുറത്തും മൊത്തം വെള്ളം അവിടെ നിന്ന് വരുന്നു, കാറ്റത്ത്. അതറിയുള്ളൂ. ഇവിടെ കാകം പോകും, ഓട്ടോറിക്ഷയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനിടയാക്കിയത് കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് മുൻ മേയറും MLA-യുമായ രാജൻ ജെ പല്ലൻ പറഞ്ഞു. ADB വായ്പ ഉപയോഗിച്ച് 2005 നിർമ്മിച്ച കാന നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണെന്നും രാജൻ പല്ലൻ പറഞ്ഞു. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോർപ്പറേഷനുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. 2005-10 കാലഘട്ടങ്ങളിൽ അന്ന് പ്രൊഫസർ R ബിന്ദു മേയറായിരിക്കുമ്പോഴാണ് അവിടെ ADB ഫണ്ട് ഉപയോഗിച്ച് കാനകൾ പണിതത്. അന്നേ ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലായിരുന്നില്ല കാനകൾ പണിതത്. കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് കാനകൾ പണിതത്. അത് ശാസ്ത്രീയമായിരുന്നില്ല എന്നുള്ള അന്നേ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. തുടർച്ചയായിട്ട് അതിനുശേഷമുള്ള തുടർച്ചയായിട്ടുള്ള വർഷങ്ങള് തൃശൂർ പട്ടണത്തിലും ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറാനുള്ള കാരണം ഇതാണ്. എന്തായാലും നമുക്കിനി കോടിക്കണക്കിന് രൂപ മുടക്കി പണിത കാനകള് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളഞ്ഞ് പുതിയ നിർമ്മിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോ തൃശൂർ പട്ടണത്തിലുള്ള കിക്കട്ടവരോട്ടടക്കമുള്ള മുണ്ടൂപ്പനടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായത്.